Hi friends, assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സമോസ ഷീറ്റിന്റെയും സ്പ്രിംഗ് റോൾ ഷീറ്റിന്റെയും റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സമോസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം ആട്ടയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡോ ആണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇഫ്താർ സ്നാക്കായിട്ട് മിക്ക വീടുകളിലും സമോസ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും കടയിൽ നിന്നാണ് സമോസ ഷീറ്റൊക്കെ വാങ്ങാറുള്ളത്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തടവിയിട്ട് വേണം മാറ്റി വയ്ക്കാൻ. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഞാൻ ഈ മാവ് കുഴിച്ച് വെച്ചിട്ടൊരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് നല്ലതുപോലെ ഒന്ന് അയഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് 8-10 ബോൾസ് ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ചെറിയ ബോൾസ് ആണെങ്കിൽ 12 ബോൾസ് വരെ ആക്കി എടുക്കാവുന്നതാണ്. ചെറിയ പാത്രത്തിലാണ് ഇത് ചുട്ടെടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ബോൾസ് ആയിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലിയ ബോൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തിയുടെയൊക്കെ വലുപ്പത്തിനൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 കൂടി ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരേ വലിപ്പത്തിലുള്ള 3 ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലിട്ടിട്ടാണ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് 3ാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വലിയ ഷീറ്റായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഏത് പാനിലാണോ അത് ചുട്ടെടുക്കുന്നത് ആ പാനിൻ്റെ വലുപ്പത്തിന് വേണം പരത്തിയെടുക്കാനായിട്ട്. നല്ല തിന്നായിട്ട് വരും ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ. ഇനി ഞാനിവിടെ ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഹീറ്റിൽ വേണം ചൂടാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഷീറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഒരു സൈഡ് വീതം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ലെയറൊക്കെ വിട്ട് വരാൻ തുടങ്ങുന്ന പരുവത്തിന് വരെ ഇതിന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം വിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. പകുതി കുക്കായാൽ മാത്രം മതി. ഇതുപോലെ ചെറിയ ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ലെയേഴ്സൊക്കെ ഒന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ ലെയർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കീറിപ്പോവാതെ പതുക്കെ വേണം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഷീറ്റും ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. സമോസ ഷീറ്റ് മാത്രമാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് നീളത്തിൽ വേണം സമോസയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അതല്ല ഇനി സ്പ്രിംഗ് റോൾ ഷീറ്റാണ് വേണ്ടതെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സമോസ ഷീറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്ന് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. സ്പ്രിംഗ് റോൾ ഷീറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയാൽ മതി.
അങ്ങനെ നമ്മുടെ സമോസ ഷീറ്റും സ്പ്രിംഗ് റോൾ ഷീറ്റും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇങ്ങനെ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം 3 ആഴ്ച വരെ ഇത് കേടാവാതെ ഇരുന്നോളും. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ സമോസ ഷീറ്റിൻ്റെ ആ സൈഡിലെ ആ ഒരു പോർഷൻ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്കത് വെച്ചിട്ട് വേറെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിതിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നില്ലെങ്കിൽ ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസിന് പകരമായിട്ട് കോട്ടിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് ഞാൻ പുറകെ ഷെയർ ചെയ്യാം. ഇതും അതുപോലെ തന്നെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.